ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളതേ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മനുശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലത്ത് ഓട്ടോക്കാർക്ക് പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്തെന്ന് സംഭവം എന്ന് വെച്ചാല് ഓട്ടോയുടെ സ്പ്രിങ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഓട്ടോക്കാർക്ക് ഒരുപാട് ഉപകാരമാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ കൂടുതലായിട്ട് നമുക്കറിയാം. നമ്മളെ വിനോദേട്ടൻ നമുക്ക് ഒരുപാട് മുന്നേ പരിചയമുള്ള തന്നെയാണ്. പക്ഷെ വിനോദം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ സ്പ്രിങ്ങിന്റെ കുറെ കളക്ഷനൊക്കെ വന്നിരുന്നതാണ്. അപ്പൊ ഞാനൊരു ഓട്ടോക്കാരനാണ് കേട്ടോ. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ചെയ്യാം. പിന്നെ മൂപ്പര് പറഞ്ഞു ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സ്ഥലത്ത് ഇവിടെ വന്ന് ചെയ്യണത് തന്നെ. അപ്പോൾ നമുക്ക് വിനോദേട്ടനായിട്ട് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെട്ട് ഇതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ വില, കാര്യങ്ങൾ, ഏത് വണ്ടിക്കാണോ സെറ്റ് ചെയ്യാനുള്ളത്, പിന്നെ ചെറുവണ്ടിക്കാണോ അതോ വലിയ ജീറ്റോ, അങ്ങനെ ഒരുപാട് വണ്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ വിനോദേട്ടനെ ഒന്ന് നമുക്ക് കണ്ടാലോ? നമ്മള് വിനോദേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിനോദേട്ടാ നമസ്കാരം. നമസ്കാരം. നൗഷാഖാനെ കണ്ടിട്ട് കുറെ കാലമായി വരുന്നു. ഞാൻ വിളിക്കുന്നത് കുറെ നിങ്ങൾക്ക് ഒഴിവില്ലാത്തതിന്റെ പേരിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ദൂരം കൊണ്ടാണല്ലോ. അതാണ് ദൂരം. പക്ഷെ ദൂരം ഒരു പ്രശ്നമാക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കും. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട്. നമുക്കിപ്പോ ഓട്ടോ ചെറുവണ്ടിക്ക് ഈ സംഭവം ഉണ്ടോ? ചെറുവണ്ടിക്ക് മീൻസ് നമ്മൾ ബജാജ് സെഡ് മുതൽ അങ്ങോട്ടേ ഉള്ളൂ. ചെറിയ വണ്ടികൾക്ക് സ്പ്രിംഗ് ഓൾറെഡി വരുന്നുണ്ട്. നമ്മളതൊരു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. സെഡിന് നമ്മൾ ഈ സ്പ്രിംഗ് ആണ് ഇടുക. പിന്നെ ഇതിന്റെ ഒരു പുതിയ ഷോക്കപ്പും വരും. ജംബറിയലിന്റെ പുതിയ ഷോക്കപ്പ് വരും. ഈ ഷോക്കപ്പും ഈ സ്പ്രിങ്ങും കൂടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സെഡ് അതേപോലെ ഗോഗോ വണ്ടികൾക്കൊക്കെ ഓക്കെ. പിന്നെ ആപ്പൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. റബ്ബർ കട്ട വരുന്നതുകൊണ്ട് ഭയങ്കര ഹാർഡാണ് വണ്ടി. അതുകൊണ്ട് വണ്ടിക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഇതിപ്പോ ഞങ്ങൾ 20 വർഷമായി ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഡെവലപ്പായി ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 1.5 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 20 വർഷമായിട്ട് മനുഷ്യരിൽ ഇത് നടത്തുന്നതാണ്. ഇന്നവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കൈയും കൊണ്ട് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. കമ്പനി കൊടുക്കാത്തൊരു സാധനം സെറ്റ് ചെയ്യുന്ന ചെറിയ ഫാൾട്ടുകളൊക്കെ വരാറുണ്ട്. അതിന് നമ്മൾ 1 വർഷം ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കാറുണ്ട്. പൈസ കാര്യങ്ങൾ ഇല്ല 1 വർഷം ഗ്യാരണ്ടി പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒന്നും വാങ്ങാറില്ല. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എണ്ണ പൈസ ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയാ, എല്ലാ ഭാഗവും ക്ലിയർ ആക്കി തന്നെ. പിന്നെ സംശയങ്ങൾക്ക് ഒരുപാട് പേര് വരാറുണ്ട്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ അങ്ങനത്തെ ഉണ്ട്, കുറച്ചിങ്ങനെ തേണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ അധീനതയിൽ പെടാത്ത കാര്യങ്ങളാകുമ്പോൾ നമ്മളത് ഇതിന്റെ എല്ലാം തന്നെ പറയും. അതിൽ ചിലപ്പോൾ ചില വണ്ടിക്കാർക്ക് ചിലപ്പോൾ കുറച്ച് റൂഡായിട്ട് സംസാരിക്കണമെന്നൊക്കെ തോന്നും. അത് അതിന്റെ അല്ല. നമ്മളൊരു 20 വണ്ടിക്കാരായിട്ട് ഒരു ദിവസം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു 20 വണ്ടിയിൽ മിനിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വർഷത്തിലും 20 വർഷം കൊണ്ട് എത്ര പേര് നമ്മൾ പണിയെടുത്ത് പോയിട്ടുണ്ടാവും. ഒരിക്കലും ഒരു പാൾട്ടുള്ള പണിയാന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ കസ്റ്റമർ ഇവിടെ വരില്ല. അതാണ്. അപ്പൊ വർക്കിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വന്നിട്ട് ആപ്പയുടെ ഹെവി സ്പ്രിംഗ് ആണ് വരുന്നത്. ഈ സാധനം ഇത് കുറച്ച് കൂടുതൽ ടിക്കറ്റ് ഒക്കെ നമുക്ക് ഒരു 5-6 പേരെയൊക്കെ കയറ്റണം എന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ സ്പ്രിംഗ് ഇടാം. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് വരുന്ന ടൈപ്പാണ് ഇത്. ഇത് കുറച്ച് കനം കുറവാണ്. ഇത് കുറച്ച് ഹെവി ടൈപ്പാണ്. പിന്നെ വെറും സ്പ്രിംഗ് മാത്രം ഇടുന്ന സ്പ്രിങ്ങുകളാണ് ഈ റെഡ്. ഇതൊക്കെ പുറത്ത് നടക്കണല്ലോ. നമ്മൾ ഒറീസയിൽ നിന്നാണ് സാധനം വരുത്തുന്നത്. പിന്നെ ഇത് ആപ്പെ സിറ്റി, ആപ്പെ അൽഫ കോംഫി, ഇതിന് ആപ്പയുടെ ഹെവി സ്പ്രിംഗ് മാത്രം ഇടുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ തന്നെ കാസർഗോഡ് നിന്ന് കോൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് കർണാടക, ഓൾ ഇന്ത്യ വിളി വരുന്നുണ്ട്. ചാർജ് വന്നിട്ട് 2800 മുതലാണ് സ്റ്റാർട്ടിങ്. പുറത്തേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ 2500, 2700 ബോക്സിന് വരും. പിന്നെ ഒറിജിനൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു ജീറ്റോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട്. ജീറ്റോ വണ്ടിക്ക് ബാക്ക് ഷോക്കപ്പ് നമുക്ക് ഒന്നില്ലെങ്കിൽ റീകണ്ടീഷൻ ചെയ്യാം. അംബാസഡറിന്റെ ഷോക്കപ്പ് ഇപ്പൊ കുറച്ച് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം വണ്ടികൾ പൊളിച്ചു കഴിഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ അടുത്തുള്ള സമയത്താച്ചാൽ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കും. അംബാസഡറിന്റെ ഷോക്കപ്പ് ബാക്ക് മാറ്റിയിട്ട് കൊടുക്കും. പിന്നെ ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നില്ല, അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. റീകണ്ടീഷൻ ചാർജ് പറഞ്ഞാൽ 400 രൂപയാണ് ഒരു വണ്ടിക്ക്, ഒരു ഷോക്കപ്പിന്. ഇത് ജീറ്റോന്റെ അല്ല, ഇത് അംബാസഡറിന് നമ്മൾ ബാലൻസ് റാഡ് കയറ്റുമ്പോൾ കൊടുക്കുന്നതാണ്. പുതിയ അംബാസഡറിന്റെ ഷോക്കപ്പാണ്, അത് സെറ്റ് ചെയ്ത് കയറ്റും. അതെ, ഇത് ബൊലേറോന്റെ ആണ്. ബൊലേറോന്റെ പുതിയത് വരുത്താണ്, നമ്മൾ പുതിയത് ഇറക്കിയിട്ടാണ്. പഴയ അതെങ്ങനെയാ പറഞ്ഞാൽ ഷോക്കപ്പ് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 2500 രൂപ വരും. ഷോക്കപ്പ് വാങ്ങി അത് റീകണ്ടീഷൻ ചെയ്ത് അതിന്റെ ബുഷുകൾ മാറ്റി ഫിറ്റിംഗ് ചാർജ് അടക്കം 2500 രൂപ വരും. ഇതിപ്പോ നമ്മൾ ബാലൻസ് റാഡ് കയറ്റുവാണെങ്കിൽ ഹെവി സ്പ്രിങ്ങും ഈ ഷോക്കപ്പും എല്ലാം കൂടി 9500 രൂപ വരും. 1 ഇയർ ഗ്യാരണ്ടി. നേരെ മറിച്ച് അതിന്റെ തന്നെ കുറച്ച് കമ്മിയുള്ള ടൈപ്പാണ് ഇതിൽ 500 രൂപ കുറവ്. കളർ വ്യത്യാസം വരുന്നത്. അതെ കുറച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. കനവും മണ്ണൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അതെ, ഇത് എന്താ പറയാ, ഒരുപാട് കളക്ഷനൊക്കെ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സാധനം ഉണ്ട്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഇത്രയും സ്പ്രിങ്ങുകൾ വേണ്ട. ഒരു ദിവസം നമ്മൾ ഇത്ര ദൂരത്ത് വന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളതിന് അങ്ങനെ എന്തെങ്കിലും
ബുക്ക് ചെയ്തിട്ട് വരണം. ബുക്ക് ചെയ്തിട്ട് ലോങ് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബുക്കിംഗ് ചെയ്ത വണ്ടികൾ കഴിഞ്ഞിട്ടേ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ വൈകുന്നേരം വിളിച്ചിട്ട് വന്നാൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ചില സമയങ്ങളിൽ നമുക്ക് ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കണല്ലോ, പണി എടുക്കും വേണം. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു വിളിക്കും. ബുക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. 2 മണിക്കൂറാണ് ഒരു വണ്ടിക്ക് ബാലൻസ് റോഡ് കയറ്റാൻ നമുക്ക് മാക്സിമം വരുന്നത്. കറണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂർ ഡിലേ വരും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ വന്നാല് ചെയ്തു തരും. പിന്നെ റേറ്റ് പരമാവധി ഇത്ര ദൂരത്ത് നിന്ന് വന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും. ഒരു എണ്ണ പൈസ എന്നുള്ള നിലയിൽ, കാരണം നമ്മളത് കറക്റ്റ് പൈസയാണ് അതിന് വാങ്ങണത്. കുറെ കൂടുതൽ പറഞ്ഞിട്ട് കുറയ്ക്കുന്ന പൈസ. അതിന് ക്വാളിറ്റി ഉണ്ടാവും. ഇവിടെ പൊതുവെ അങ്ങനെ ആരും ബാർഗൻ ചെയ്യാറില്ല. അവർക്ക് അറിയാം, 10-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. സാധനങ്ങളുടെ ക്വാളിറ്റി അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ പൈസ കുറയ്ക്കാനൊന്നും ആരും പറയാറില്ല. കുറയ്ക്കാതെ ചെയ്താൽ വൃത്തിയാവും. അപ്പൊ അതിന്റെ ക്വാളിറ്റി കിട്ടും. അതെ, നമുക്ക് 6 രൂപയ്ക്കും ബാലൻസ് റോഡ് കയറ്റാം. പക്ഷെ അതിന് ക്വാളിറ്റി ഒന്നും ചോദിക്കരുത്, ഗ്യാരണ്ടി ചോദിക്കരുത്. അതാണ് പ്രശ്നം. ഇപ്പൊ അപ്പൊ അത്രയും കണ്ടീഷനോട് കൂടി നമ്മൾ വിനോദേട്ടൻ ചെയ്തു കൊടുക്കും. അതെ. അപ്പൊ വിനോദേട്ടന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഈ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ല ഉണ്ട്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മനുശ്ശേരി എന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ മൂപ്പരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക. ഇത് മൂപ്പർ അത്രയും എന്താ പറയുക ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കുന്നേ ചെയ്യും. കാരണം വെച്ചാൽ ഇത് മൂപ്പര് ഒരു 20 വർഷം എന്നല്ല പറഞ്ഞാൽ 20 വർഷമായിട്ട് ഉള്ള സ്ഥാപനമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും ആക്കിയിട്ട് ചെയ്തു കൊടുക്കുക. പൈസ കൂടിയാലും സംഭവം ഉള്ളത് വൃത്തിയാക്കി വർക്കാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും വിനോദനെ സമീപിക്കുക. കാരണം വെച്ചാൽ ഓട്ടോറിക്ഷന്റെ ആവശ്യക്കാർ എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഓട്ടോറിക്ഷ ഓടുന്ന ആൾക്കാരാണ്. യാത്രക്കാരെ എങ്ങനെയാണോ നമ്മള് ഇഷ്ടത്തിന് അനുസരിച്ച് നീക്കുക, അതിനാണ് നമ്മളൊക്കെ ചിന്തിക്കുക. ഇതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പൊ ഓട്ടോക്കാര് വിളിക്കുമ്പോൾ അവർക്കൊരു ഡൗട്ട്, ഇത് ഏത് കാറിന്റെ സാധനം നിങ്ങൾ കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു കാറിന്റെയും പഴയ സാധനങ്ങൾ, പഴയ കാറുകളുടെ മുറിച്ച് കട്ട് ചെയ്തിടുന്നില്ല. എല്ലാം റെഡിമെയ്ഡ് നമ്മൾ ഉണ്ടാക്കിക്കുന്നതാണ്. പിന്നെ ഇത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഈ സാധനം കൊറിയറുള്ള ബോക്സുകളാണ് ഈ സാധനം. നിങ്ങൾ അതിന്റെ പൈസയും അതിന്റെ അഡ്രസ്സും നമുക്ക് പൈസ ഗൂഗിൾ പേയും അഡ്രസ് വാട്സപ്പ് ചെയ്ത് തന്ന ഈ സാധനം എവിടേക്കാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സാധനം നമ്മള് കൊറിയർ ഓഫീസ് കൊണ്ടുകൊടുക്കും. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെത്തിയിട്ട് അവർ വിളിക്കും. അപ്പൊ അതൊരു ഇതാണ്. അവിടെ വർക്ക്ഷോപ്പ് കൊടുത്താൽ മതി. വർക്ക്ഷോപ്പ് കൊടുത്താൽ അവർ ഫിറ്റ് ചെയ്ത്. ബാലൻസ് റോഡ് പറ്റില്ല, സ്പ്രിംഗ് മാത്രം ഇടുന്നത്. ബാലൻസ് റോഡ് കയറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും രാമേശ്വരത്ത് നടക്കും വണ്ടികൾ വരാറുണ്ട്. അപ്പൊ 400 ഒരുപാട് ദൂരത്ത് നിന്ന് എന്തായാലും ഇവിടെ വരുന്നുണ്ട്. വിനോദേട്ടന്റെ ഈ സ്പ്രിംഗിന്റെ ഒരു ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ് ദൂരത്ത് തന്നെ. ഈ കാസർഗോഡ് ഞാൻ വന്നപ്പോൾ വിനോദ കാസർഗോഡ് നിന്ന് ഒരു കോൾ വന്നു. അപ്പം വിനോദൻ തന്നെ പറഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിനോദനെ വിളിക്കുക. ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി. നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കും ചെയ്യും. റബ്ബർ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. പഴയ പരിപാടികൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം പുതിയ സാധനങ്ങൾ. നമ്മളിപ്പോ ക്ലാമ്പോൾ ആണെങ്കിലും എല്ലാം നമ്മൾ ഡൈയിൽ അടിച്ചുണ്ടാക്കുന്ന എല്ലാം പുതിയതാണ്. ഇത് CNC കട്ടിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അത്രയും ഫിനിഷിംഗ് ആയിരിക്കും പണിക്കാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരാണ്. 10 വർഷമായിട്ട് മിനിമം 10 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. പണിക്കാരെ പറ്റിയിട്ടൊന്നും ഒരു ബേജാറും വേണ്ട. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയാ പണിക്ക്. അതെ, അതിപ്പോ കറണ്ടിന്റെ ഒരു പ്രോബ്ലം കാരണം കുറച്ച് ഡിലേ ആയി വർക്ക്. അതുകൊണ്ടാണ് ഞാൻ വന്ന ടൈം കറണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായി. പക്ഷെ നമ്മളൊരു ദിവസം ഒരു എങ്ങനെ പോയാലും പിന്നെ കറണ്ട് ഇല്ലെങ്കിലും കുറച്ചു നേരം നിന്നാലും 10-20 വണ്ടി ഒരു ദിവസം പണി കഴിക്കും. ഇത്ര ദൂരത്ത് വന്നാലും ഇപ്പഴേ ചെയ്ത് കൊടുക്കണേ ചെയ്യും. നമ്മൾ വിടുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വിനോദേട്ടനെ ഇനിയും കാണണം. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വന്ന പണിക്കാർ ഇവിടെ വന്ന് എന്താ പറയാ ചെയ്യാൻ വന്ന കസ്റ്റമർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കും ചെയ്യാം. അങ്ങനെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ആയിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം പുതിയ സാധനങ്ങൾ. നമ്മളിപ്പോ ക്ലാമ്പോൾ ആണെങ്കിലും എല്ലാം നമ്മൾ ഡൈയിൽ അടിച്ചുണ്ടാക്കുന്ന എല്ലാം പുതിയതാണ്. ഇത് CNC കട്ടിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അത്രയും ഫിനിഷിംഗ് ആയിരിക്കും പണിക്കാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരാണ്. 10 വർഷമായിട്ട് മിനിമം 10 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. പണിക്കാരെ പറ്റിയിട്ടൊന്നും ഒരു ബേജാറും വേണ്ട. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയാ പണിക്ക്. അതെ, അതിപ്പോ കറണ്ടിന്റെ ഒരു പ്രോബ്ലം കാരണം കുറച്ച് ഡിലേ ആയി വർക്ക്. അതുകൊണ്ടാണ് ഞാൻ വന്ന ടൈം കറണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായി. പക്ഷെ നമ്മളൊരു ദിവസം ഒരു എങ്ങനെ പോയാലും പിന്നെ കറണ്ട് ഇല്ലെങ്കിലും കുറച്ചു നേരം നിന്നാലും 10-20 വണ്ടി ഒരു ദിവസം പണി കഴിക്കും. ചെയ്തിട്ട് ഉത്തരവാദിത്തം എന്തായാലും എത്ര ദൂരത്ത് വന്നാലും ഇപ്പഴേ ചെയ്ത് കൊടുക്കണേ ചെയ്യും. നമ്മൾ വിടുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വിനോദേട്ടനെ ഇനിയും കാണണം. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വന്ന പണിക്കാർ ഇവിടെ വന്ന് എന്താ പറയാ ചെയ്യാൻ വന്ന കസ്റ്റമർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കും ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ 2-3 കസ്റ്റമറും കാര്യങ്ങളും വിനോദം തിരക്കിൽ തന്നെയാണ്. പിന്നെ എന്തൊക്കെയുള്ള പേര് അക്കീംക. പിന്നെ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, പണികളൊക്കെ ഉഷാറാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ശരിയാക്കി തരും. പിന്നെ അങ്ങനെ കംപ്ലൈന്റ് വരാറില്ല.
പിന്നെ സ്പ്രിങ് ഇതൊക്കെ പൊട്ടിയത് ലോഡും വലിച്ചൊക്കെ പോകുമ്പോഴോ അതിന്റെ ഇതേ വരുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഒരു 10-15 കൊല്ലം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. റേറ്റ് ഒക്കെ എന്താ പാട്? റേറ്റ് ഒക്കെ റേറ്റ് ഒന്നും കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? പിന്നെ ഇത് എന്താ പറയാ, നിങ്ങളിവിടെ അടുത്തുള്ള ആൾ തന്നെയാണോ? പാണിയോളം പാണയംകുളം അടുത്ത് തന്നെയാണല്ലേ? അപ്പൊ ഒരുപാട് കാലത്തെ പരിചയം. ഞാൻ കൊറേ കാണാൻ തുടങ്ങിയിട്ട്. ഇവിടെ വണ്ടി ഏതാ? നിങ്ങളെ വണ്ടി ഏതാ? എന്റെ അൽഫ അൽഫ അടിപൊളിയാണോ ഓടിക്കാൻ? അടിപൊളിയായി. ആയിക്കോട്ടെ, ഏതായാലും കൂടെ ഇങ്ങനെ വിലക്ക് കണ്ടു. പിന്നെ ഇവിടെ വേറെ ആളും കൂടി കണ്ടിട്ടോ, ജീത്തോല് വന്നാണ്. ജീറ്റോ പാസഞ്ചർ കൊണ്ട് വന്നാണ്. ആണല്ലേ? അതിന്റെ ബാക്കിലെ ഷോക്കപ്സർ ഒന്ന് റീകണ്ടീഷൻ ചെയ്യേണ്ടി വന്നാണ്. ആണല്ലേ? നല്ല അഭിപ്രായമാണ്. ഇതിനോട്ടിന്റെ അടുത്ത് വന്നാല് ക്ലിയർ ആയി കിട്ടും എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായം. അതുകൊണ്ട് വന്നതാണ്. ആയിക്കോട്ടെ, ഏതായാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം. ഇതേപോലെ നല്ല ബിസിയാണ്, ഭയങ്കര തിരക്കാണ്. അതിന്റെ ഇടയിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, വലിയ ഉപകാരമായി. ഇൻഷാ അല്ലാ. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ എന്താ ചെയ്തോണ്ടിരിക്കണ നിങ്ങൾ? ഇപ്പൊ പെട്ടൊക്കെ എടുത്ത് വെച്ചിന്. ഞാന് ഇപ്പൊ നമുക്കൊരു കാസർഗോഡ് നിന്ന് ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ച് ലോഡ് എടുക്കാൻ പറ്റുന്ന ഹെവി സ്പ്രിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പൈസയും അഡ്രസ്സൊക്കെ സ്പോട്ടില് ഇപ്പൊ ചെയ്തു തന്നെ. അപ്പൊ നമുക്ക് അതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അവർക്ക്. അപ്പൊ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഇത് ഒരു ടൈപ്പാണ് ഇപ്പൊ ഇത്. ഇതിന്റെ തന്നെ വേറെ 2-3 ടൈപ്പ് വരുന്നുണ്ട്. ഈ സാധനം നമുക്കൊന്ന് പാക്ക് ചെയ്ത് അവരൊക്കെ അവിടെ എത്തിച്ചാലേ സ്പ്രിങ്ങിന്റെ കളറൊന്നും പോവാതിരിക്കാൻ നമുക്ക് ഇതിനൊരു കവർ ഇട്ട് കൊടുക്കാം. ഈ പാക്കിങ്ങിനാണ് നേരത്തെ പറഞ്ഞ 2500 രൂപ ഈ സാധനത്തിന് മൊത്തത്തിന് വരും. മൊത്തത്തിൽ വരുന്നത്. അതെ, 252 രൂപ നമുക്ക് കൊറിയർ ചാർജ് വരും. പ്രൊഫഷണൽ കൊറിയറോ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫോ DTDCയോ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൊറിയറിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. സാധനം നമ്മൾ അവിടെ കൊറിയർ ഓഫീസ് കൊണ്ടുകൊടുക്കും. അല്ല, ഉത്തരവാദിത്തോടു കൂടി അവിടെ സാധനം പാക്ക് ചെയ്ത് വൃത്തിയായി അഡ്രസ്സൊക്കെ ഒട്ടിച്ച് അവിടെ എത്തും. 2 ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങൾക്ക് കൈ കിട്ടും. അപ്പോ ഇത്രയും സാധനങ്ങളാണ് ഈ പറഞ്ഞ റേറ്റില് അല്ലേ? അതെ, 2 സ്പ്രിങ് 4 റബ്ബർ കട്ട, പിന്നെ ഷോക്കപ്പ് നീളം കൂട്ടുന്ന ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. ഈ ക്ലാമ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കപ്പ് കണ്ണി വെച്ച് നീളം കൂട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗത്തും സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് ഈ സാധനം അങ്ങോട്ട് അടിയില് ബാറില് ഈ ക്ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഷോക്കപ്പ് അതിൽ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ക്ലാമ്പും കാര്യങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തോടുകൂടി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളവിടെ എത്തിച്ചു കൊടുക്കുക. അതെ, ഇത്രയും സാധനങ്ങളാണ്. അതെ, ഇത്രയും സാധനങ്ങളുണ്ട്. ഒന്ന് അടിവരാതിക്ക് ഒരു കവർ വെച്ച്. അപ്പൊ ഇത് കാസർഗോഡേക്കുള്ള പാക്കിംഗ് ആണ്. അതെ, ഓക്കെ. ഇതെന്താ സംഭവം? ഇത് നമ്മളിപ്പോ ബാലൻസ് റോഡ് കയറ്റിട്ട് കാലങ്ങൾ ഓടിയ വണ്ടിയാണ്. അപ്പൊ അത് ഷോക്കപ്പ് കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ഷോക്കപ്പ് മാറ്റി കൊടുക്കുക. അപ്പൊ അതിന് പഴയത് റിമൂവ് ചെയ്തു. ഇനി നമ്മൾ പുതിയ ഷോക്കപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബൊളേറോന്റെ ഷോക്കപ്പ് വാങ്ങിയിട്ട് റീകണ്ടീഷൻ ചെയ്തിട്ട് കയറ്റി കൊടുക്കുക. ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പഴയത് ഇടുന്നേക്കാൾ ഒന്നും കൂടി ലൈഫ് കിട്ടും. ഇത് നമുക്കൊന്ന് കൊടുക്കാം. ഇതാണ് വിനൂസ് സൂപ്പർ സ്പ്രിങ്. മൂപ്പര ഷോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഒറ്റപ്പാലം മണിശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പര നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ.